ഹായ്, ഞാൻ ക്രൈസ്റ്റ് ടെമ്പിൾ എന്താണെന്നൊന്ന് പറയാനാണ് വന്നത്. അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ ഗുരു ഫാദർ മനോജ് കേശിയുടെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടാകും. ഇടയ്ക്കൊക്കെ ക്രൈസ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സംഭവം കേൾക്കുന്നത്. എന്താണ് ക്രൈസ്റ്റ് ടെമ്പിൾ? അപ്പോൾ ഇതൊക്കെ ക്രൈസ്റ്റ് ടെമ്പിൾ എന്താണെന്നൊക്കെ കേട്ട സമയത്ത് ഇതൊക്കെ എൻ്റെ വീട്ടുകാർ പറഞ്ഞത് എന്താണെന്നറിയോ, നീ ഇനിയിപ്പോൾ സന്യാസിയായിട്ട് എന്താണ് മുടിയൊക്കെ ജടയൊക്കെ കെട്ടി ഇനി ടെമ്പിളിനകത്ത് പോയി പതിയിരിക്കാൻ പോവുകയാണല്ലേന്ന്. ശരിക്കും അവർ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരാങ്കിളിൽ അവരൊക്കെ കാണുന്ന രീതി ഇതാണ്. സോ അതവിടെ നിൽക്കട്ടെ. ശരിക്കും എന്താണ് ക്രൈസ്റ്റ് ടെമ്പിൾ എന്നുള്ളത് പറഞ്ഞുതരാം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ക്രൈസ്റ്റ് എന്നത് ഒരു പദവിയാണെന്നും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ജീസസിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള പേരല്ല ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. അതായത് ജീസസ് ഓൾറെഡി നമ്മളും എല്ലാവരും ഒരു ക്രൈസ്റ്റ് പദവിയിലുള്ള വ്യക്തിയാണ്, നമ്മളത് തിരിച്ചറിയുന്നില്ല. അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുതരാം, എന്നാലേ നിങ്ങൾക്ക് ഇതുമായിട്ട് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ പറ്റുള്ളൂ. എന്താണ് ശരിക്കും ക്രൈസ്റ്റ് ടെമ്പിൾ എന്നുള്ളത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അദ്ദേഹം ജനിച്ചപ്പോഴേ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്നാണ് അറിയപ്പെട്ടത്, അല്ലല്ലോ? നരേന്ദ്രമോദി എന്നല്ലേ? ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ആ ഒരു പദവിയിലെത്തുന്നത്, പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു പദവിയിലെത്തുന്നത്. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അദ്ദേഹം ആ പദവിയിലോട്ട് എത്തി. ആര്? നമ്മുടെ മോദിജി പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിലെത്തി. പക്ഷേ നരേന്ദ്രമോദിജി ഇത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പൊട്ടത്തരായി പറയണേ എന്നൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയുക. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ പദവി എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് അതറിയുന്നത് വരെ എന്തൊക്കെയാണ് ഒരു പ്രൈം മിനിസ്റ്ററിനുള്ള പ്രിവിലേജസ്, അതൊന്നും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ആൾ പ്രൈം മിനിസ്റ്ററാണ്, ആൾക്കാർക്കറിയാം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ളത്. പക്ഷേ മോദിജിക്ക് അറിയില്ല. മോദിജി അതുകൊണ്ട് നോർമൽ ആൾക്കാരെ പോലെ ഒരു ലൈഫ് ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ എപ്പോഴാണോ മോദിജിക്ക് ആ ഒരു റിയലൈസേഷൻ കിട്ടുന്നത്, ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ പദവിയുടെ പവർ അയാൾ അദ്ദേഹം മനസ്സിലാക്കും. എന്നിട്ട് എന്തൊക്കെയാണ് ഒരു പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രിവിലേജസ്, അതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു പദവിയാണ്. നമുക്ക് ഓൾറെഡി ആ പദവി ഉണ്ട്, ആ പദവിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നമുക്കത് തിരിച്ചറിയില്ല. നമ്മൾ എപ്പോഴാണോ മോദിജി പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം മോദിജി റിയലൈസ് ചെയ്ത് ആ പ്രിവിലേജസ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയത്, അതുപോലെ നമ്മൾ എപ്പോഴാണോ നമ്മൾ ക്രൈസ്റ്റ് എന്നുള്ളത്, അതിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ അംശമാണ്, ശരിക്കുമുള്ള ജീവനാണ്, പ്രകാശമാണ്, ഒരു ജ്ഞാനമാണ്, ഒരു കോൺഷ്യസ്നെസ് ആണ് എന്നുള്ളത് ശരിക്കും ഉള്ള നമ്മൾ ആരാണ്, നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, ആ തിരിച്ചറിയുന്ന നിമിഷമാണ് ശരിക്കും ക്രൈസ്റ്റ് എന്ന പദവിയെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം, ഒരു അജ്ഞാനമായി നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം, ആ ജ്ഞാനം നമുക്ക് ഉണ്ടാവാതെ നമ്മൾ അജ്ഞതയിൽ ഇരിക്കുന്നിടത്തോളം കാലം, നമ്മൾ ആ പദവിയിൽ യൂസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ക്രൈസ്റ്റ് എന്ന് പറയാൻ, നമുക്ക് ക്രൈസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് ക്രൈസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ പാസ്റ്റർമാരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും യേശു ക്രൈസ്റ്റ് എന്ന പദവിയിൽ ക്രൈസ്റ്റ് ആണ്, യേശു ആരാണെന്നുള്ള റിയലൈസേഷൻ കിട്ടിയപ്പോഴാണ് ആ പദവിയായ അദ്ദേഹം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് യേശു സൗഖ്യങ്ങൾ ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്നത്. സോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമുക്കുള്ള ആ പ്രിവിലേജ്, അതായത് ഇപ്പോൾ കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ അതിനറിയത്തില്ല അതിൻ്റെ പ്രിവിലേജ് എന്താണെന്നുള്ളത്. അത് വലുതാകുമ്പോൾ അതാരാണ്, ശരിക്കും തൻ്റെ അപ്പൻ എന്തൊക്കെ അവകാശം ഉണ്ടായിരുന്നോ അതെല്ലാം ഈ സിംഹക്കുട്ടിക്കും ഉണ്ട്. അത് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പം നമുക്കും പറയാൻ പറ്റും, കനിമൊഴിയുടെ നാമത്തിൽ, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്നറിയപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി മുമ്പൊക്കെ അറിയപ്പെട്ടിരുന്നത് മോദി എന്നാണ്. ഇപ്പം അറിയപ്പെടുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി.
അതുപോലെ കനിമൊഴി ക്രൈസ്റ്റ് ആ പദവി കൂടെ ചേർത്ത് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ പേര് വെച്ചാണെങ്കിലും എന്താണ് മനോജ് ക്രൈസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ പേര് ആതിര എന്നാണെങ്കിൽ ആതിര ക്രൈസ്റ്റ്. അപ്പോൾ എന്താണോ നിങ്ങളുടെ പേര് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പദവി, ആ ഒരു ജ്ഞാനം നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ ക്രൈസ്റ്റ് എന്ന പദവി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ശരിക്കുമുള്ള നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾക്ക് ആ ഒരു അധികാരത്തിൽ ആ ഒരു ക്രൈസ്റ്റ് എന്ന പദവിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതൊരു വ്യക്തിയല്ല, അതൊരു പദവിയാണ്. ആ പദവിയിലോട്ട് എത്തുമ്പോഴാണ് നമ്മളും ആ പദവിയിലോട്ട് എത്തണമെങ്കിൽ ശരിക്കും നമ്മൾ ആരാണെന്ന് അറിയണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും നമ്മളെന്ന് പറയുന്നത് ഒരു കോൺഷ്യസ്നെസ്സാണ്, ഒരു പ്രകാശമാണ്. അപ്പോൾ ആ പ്രകാശം ഇരിക്കുന്ന മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ശരിക്കും എൻ്റെ ഗുരു ക്രൈസ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ വച്ചിട്ടുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രസ്ഥാനമായിട്ട് വളർത്താൻ വേണ്ടിയിട്ടല്ല. ക്രൈസ്റ്റ് എന്നാൽ എന്ത്, ടെമ്പിൾ എന്നാൽ എന്ത്, നമ്മൾ ആരാണ്, ഈ ഒരു ആശയത്തെ, നമ്മുടെ പദവി എന്താണ്, നമുക്ക് എങ്ങനെ ജീസസ് ക്രൈസ്റ്റ് എന്നറിയപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ജീസസിന് ആ പദവി കിട്ടിയതുപോലെ, അപ്പോൾ ജീസസ് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നമ്മൾ ആരാണ്, അപ്പം നമ്മൾ അപ്പൻ്റെ മക്കളാണെങ്കിൽ അതേ പ്രിവിലേജസ് നമുക്കുണ്ട്. ആ ഒരു റിയലൈസേഷനിലോട്ട് മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന പദവിയിലോട്ട് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം, അതായത് ആ ഒരു ആശയം, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഗുരു ഫാദർ മനോജ് കെ ജി അത് വച്ചിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആരാണ് ഫാദർ മനോജ് കെ ജി എന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ ഗുരു നിൽക്കുന്നത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. മതം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു പൊള്ളയായ ഉപദേശം കൊടുത്ത് ജനങ്ങളെ തെറ്റിക്കുന്ന ഒരു മാർക്കറ്റിങ്ങിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ അന്ധതയെ കിടക്കുന്ന ജനങ്ങളെ ഒന്ന് വെളിച്ചം കാണിച്ചു കൊടുക്കാനാണ്. സോ ബിസിനസ് മൈൻഡിൽ നിൽക്കുന്ന മേലധികാരികൾക്ക് പിന്നെ ഇത് അറിഞ്ഞൂടാതെ, അതായത് മതം എന്താണെന്നുള്ളത് പോലും ശരിക്കും അറിഞ്ഞൂടാതെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് അവരുടെ അജ്ഞത കൊണ്ടാണ്. അപ്പോൾ ഈ അജ്ഞതയെ മാറ്റി ഇതിനെ പൊളിക്കാൻ നിൽക്കുന്നത് കൊണ്ട് മതവക്താക്കളായ ഒരുപാട് ആൾക്കാർ വിരോധികളുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനോജ് കെ ജി എന്ന് പറയുന്നത് ഒരു ഭീകരവാദിയെ പോലെ അവർ കാണുന്നത്. പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. സത്യം എന്താണെന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണെന്നുള്ളത് ശരിക്കും ഒരു വ്യക്തിക്ക്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫെലോഷിപ്പിലുള്ള വ്യക്തികൾക്കല്ലാണ്ട് അവർക്കും അറിയാം പുറത്താക്കിയതാണോ അതോ സ്വയം തിരിഞ്ഞു വന്നതാണോ എന്നുള്ളത്. ഇങ്ങനൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല വേറെ എങ്ങും. കാര്യം അദ്ദേഹം ബോൺ ബോട്ടം ജനിച്ചു വീണത് ഒരു ക്രിസ്ത്യൻ ഫാമിലിക്കകത്താണ്. അപ്പോൾ CSA പള്ളിയുടെ കീഴിലാണ്. സൺഡേ സ്കൂളിന് പോകും, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു, എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു. എനിക്കുണ്ടായതുപോലെ ഒരുപാട് ഡൗട്ട്സ്. അപ്പോൾ ചില കാര്യങ്ങൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ കണക്റ്റ് ആവാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലിട്ടിട്ടിട്ടിട്ട് എന്താണ് ശരിയായ ആത്മീയത, എന്താണ് ശരിക്കുള്ള ദൈവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. പക്ഷേ ഇവർ പഠിപ്പിക്കുന്നതിന് അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടുന്നതല്ലാതെ കറക്റ്റായിട്ടൊരു മറുപടി, ഇപ്പോൾ ജനുവിനാണ് മതം പഠിപ്പിക്കുന്നത് എങ്കിൽ അത് ഒരു ഡൗട്ട് വന്നാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടാതെ വന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ കുഞ്ഞുനാൾ മുതൽ ഒരു അന്വേഷണം ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പോയി അദ്ദേഹം. അതിനുശേഷം ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് IT ഫീൽഡായിരുന്നു. IT മേഖലയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 24 ഇയേഴ്സ് IT ഫീൽഡിലുണ്ടായിരുന്നു. സോ ഈ IT ഫീൽഡിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ അന്വേഷണവും ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടി അദ്ദേഹം അന്വേഷിച്ച് അദ്ദേഹത്തിനൊരു റിയലൈസേഷൻ യൂണിവേഴ്സ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഈ അറിഞ്ഞ സത്യത്തെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു IT ഫീൽഡിനകത്ത് നിന്നതിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല, ശരിക്കുള്ള ആത്മീയത എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പലയിടത്തും പോയി. ബന്ധക്കോസ്ത് പള്ളിയിൽ വരെ പോയി. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അവിടുത്തെ തട്ടിപ്പ് മനസ്സിലാക്കി. പക്ഷെ അവിടെ തട്ടിപ്പ് നടത്തുന്നവർ പോലും അറിയുന്നില്ല. അവർ ഈ കണ്ണുകൊട്ടന്മാരെ പോലെ അവരിങ്ങനെ
അവർ പറയുന്നതാണ് ശരി സത്യം എന്നുള്ള രീതിയിൽ അവരങ്ങനെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വിവേചന ബുദ്ധി വിവേക ബുദ്ധി ഉള്ളവന് മാത്രമേ അത് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അന്വേഷണ ത്വര ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെ ലജ്ജകന് ചിന്തിക്കാൻ തുടങ്ങി. സോ അവിടെ നിന്നും ഇതല്ല ശരിയെന്ന് മനസ്സിലാക്കി ശരിയായുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ഇത് പുറത്ത് പറയാൻ തുടങ്ങിയപ്പോൾ പലരും അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം സ്വാഭാവികം, നിനക്ക് എന്ത് യോഗ്യതയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊരു ചോദ്യം. അങ്ങനെ അപ്പം ആലോചിച്ചപ്പോൾ അറിഞ്ഞ സത്യത്തെ വിളിച്ച് പറയണമെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് അച്ഛന് പഠിച്ചത്, സെമിനാരി പഠിച്ചതും അച്ചപ്പട്ടം മേടിച്ച് അച്ഛനായിട്ട് സഭയിൽ വർക്ക് ഏറ്റെടുത്തത്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ശരിയായ സത്യത്തെ മതത്തിനെ യോജിക്കുന്ന രീതിയിലല്ല എങ്കിൽ പോലും ശരിയായ ആത്മീയത എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒപ്പം അദ്ദേഹം മനസ്സിലാക്കിയ ദൈവം എന്താണെന്നുള്ളത് പ്രവൃത്തിയിലും കാണിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അത് മറ്റുള്ളവർക്ക് കുറച്ചും കൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ട് എന്താണ് ശരിക്കുള്ള ദൈവം എന്ന് ഞാനൊരു സത്യം പറയാം. ശരിക്കും ശബരിമലയിൽ ഇന്ന് പോകുന്നവർക്ക് പോലും എല്ലാവരും അല്ല അറിഞ്ഞൂടാത്തവരുണ്ട്. അപ്പം അവർ പോലും ശബരിമലയിൽ പോയിട്ട് അവിടെ പോയി നിന്ന് അയ്യപ്പനെ തൊട്ട് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വരും. പക്ഷേ എന്നാൽ അറിയാമോ? അറിയാം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്തമസിയാണ്, നീ തന്നെയാണ്, നിൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി തന്നെയാണ്, നീ അന്വേഷിച്ച് വന്ന ദൈവം എന്ന് പറയുന്നത് നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അറിയാമോ? അവർക്ക് അറിയാം. പക്ഷെ അവിടെ എത്തുമ്പോൾ അവരത് ചില ആൾക്കാർ, എല്ലാവരെയും ഞാൻ പറയുന്നത്, മറന്നു പോകുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് അവർ ബിംബത്തെ അല്ലെങ്കിൽ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു പ്രതിമയെ തൊട്ട് വണങ്ങി ഓക്കെ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഓക്കെയാണ്. എന്നാലും അവർ റിയലൈസ് ചെയ്യാതെയാണ് കുറച്ച് പേരെങ്കിലും പോയി വരുന്നത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് അവിടെ പോയി നിന്ന് ആ തത്തമസി എന്നുള്ളത് എന്താണെന്ന് വിളിച്ച് പറയണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. സോ അവിടെ പോയ സമയത്ത് സഭയുടെ ചാർജ് ഉണ്ടല്ലോ. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിച്ചു വരുത്തി എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻ്റൽ രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ അതിന് എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൊടുത്താലും അംഗീകരിക്കാൻ നിൽക്കുന്നവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനെ സത്യം അറിയാതെയും സത്യത്തെ അറിഞ്ഞിട്ടും മറച്ചു വെച്ച് അതിനെതിരെ നിൽക്കുന്നവരോട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സോ അങ്കിളായിട്ട് തന്നെയാണ് അതിൽ നിന്ന് ആ സഭയുടെ ചാർജിൽ നിന്ന് പുറത്തു വന്നത്. എന്നിട്ട് സ്വതന്ത്രമായിട്ട് എന്താണ് ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്കിൾ ഇന്നും നിലകൊള്ളുന്നത്. സോ അപ്പോൾ ഞാൻ ഇത്രയും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ താഴെ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ പലരും, പിന്നെ അതിലൊരു 90% ആൾക്കാർ പകതിരിവ് പോലും ഇല്ലാത്ത ആൾക്കാരായി കമൻ്റ് ഇടുന്നത്, പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള വകതിരിവില്ലാത്തവർ, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നത് എന്തിനാണെന്ന് പോലും അതുപോലും അവർക്കറിയാത്ത ആൾക്കാരാണ് ഈ കമൻസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരാണ് ഫാദർ മനോജ് കെ ജി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തെ നോക്കുമ്പോൾ മുടി വളർത്തിയിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട്, പള്ളിയിൽ അച്ഛനായിരുന്ന ആളാണ്. ജപമാല കുരിശ് മാത്രമായിരുന്നെങ്കിൽ ജപമാല എന്നെങ്കിലും ആൾക്കാർക്ക് പറയായിരുന്നു. പോരാത്തതിനൊരു രുദ്രാക്ഷം കൂടെ ഇട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം ഒരു സിംബോളിക്കായിട്ടാണ് അദ്ദേഹം ഇടുന്നത്. അദ്ദേഹത്തിന് അത് ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും മീറ്റിങ്ങിനോ ഓപ്പൺ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇടുന്നുണ്ട്. എന്തിനു വേണ്ടി ഇടുന്നു? മതത്തിൻ്റെ ഇതിലല്ലല്ലോ ഇപ്പം നിൽക്കുന്നത്. ഹിന്ദു മതത്തിൽ രുദ്രാക്ഷം ഇടുന്നത് ഹിന്ദു ഒരു മതം അല്ലെന്നാണ്, ഹിന്ദുവോ ക്രിസ്ത്യനോ എന്നുള്ളത് ഒരിക്കലൊരു മതമല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ അതൊരു മതമായിട്ടാണ് മിക്ക ആൾക്കാരും കാണുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഓക്കെ ഹിന്ദു അല്ല, എന്തിന് രുദ്രാക്ഷം ഇടുന്നു? ക്രിസ്ത്യാനിറ്റികൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ അല്ല, എന്തിന് ജപമാല ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു? എന്നിട്ട് ദൈവം ഞാനാണ് ദൈവം എന്നുള്ളത് അന്ന് യേശു വിളിച്ച് പറഞ്ഞ പോലെ ഇന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ എന്തിനാണ് ഈ മാല ഇട്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനൊരു ഉദ്ദേശമുണ്ട്. അതായത് അതൊരു സിംബോളിക്കായിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കുരിശ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവം, ഞാനും അപ്പനുമായുള്ള ബന്ധം, അതായത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ എനർജിയും പുത്രൻ എന്ന എനർജിയും അതും പിതാവാം ദൈവം എന്നുള്ള ആ ഒരു വലിയ എനർജിയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന മനുഷ്യന്മാരിലെല്ലാവരിലും ആ ഒരു എനർജി ഉണ്ട്. അതായത് നമ്മളെല്ലാം ഒരേ അപ്പൻ്റെ മക്കളാണ്. അപ്പം എല്ലാവരെയും ഒരേപോലെ അങ്ങോട്ടുള്ള ബന്ധം പോലെ തന്നെ ഇങ്ങോട്ടും അതേ ബന്ധം ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയാണ് ഈ സാധനം ഇട്ടേക്കുന്നത്. എന്തിനു വേണ്ടി രുദ്രാക്ഷം ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചും ജപിച്ചും ഒക്കെ രുദ്രാക്ഷം ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാനും ഇട്ടിരുന്നു, കരിങ്ങാലി മാലയും ദേവദാരു മാലയൊക്കെ ഞാനും ഇട്ടിരുന്നു. ശരിക്കും അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് മനസ്സിലാക്കിയിട്ട് അതിട്ടതാണ്. അതിട്ടാലും ഇട്ടില്ലേലും എനിക്കൊന്നുമില്ല. അതിൽ പറയുന്നത് രുദ്രാക്ഷം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു എനർജി ഫ്ലോ ഉണ്ട്. സോ അതനുസരിച്ച് അതിൻ്റെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ഇടുന്നത്. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, അതിനതിൻ്റേതായ ഗുണമുണ്ട്. അതുപോലെ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒരു സീഡാണ്. അപ്പോൾ അതിനതിൻ്റേതായ ഒരു ഗുണമുള്ളത് കൊണ്ട്, ഇപ്പോൾ ദേവദാരു എന്ന് പറയുന്ന ഒരു മരമാണ്, അതിനതിൻ്റേതായ ഒരു ഔഷധ ഗുണം, പിന്നെ നല്ല മണവുമാണ്. അപ്പോൾ അതിന് വേറെ ഗുണങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് അതിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഹിന്ദുവിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അതിട്ടിരിക്കുന്നത് എന്നുള്ളതല്ല. സോ ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫാദർ മനോജ് കെ ജി എന്ന് പറയുന്ന വ്യക്തി ക്രൈസ്റ്റ് ടെമ്പിൾ വച്ചിരിക്കുന്നത് ആൾക്കാരെ പിടിച്ചുകൊണ്ട് അവിടെ സന്യസിക്കാൻ ഇരുത്താൻ വേണ്ടിയിട്ടല്ല. എന്താണ് ക്രൈസ്റ്റ് എന്നുള്ള ആശയത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് സ്പിരിച്വൽ ടീംസ് നമുക്ക് കാണാൻ പറ്റും. ഞാനും ദൈവമേ എനിക്ക് ശരിയായ ഒരു ഗുരുവിനെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ യൂണിവേഴ്സിനോട് എനിക്കറിയത്തില്ല, ഞാനത് കൺഫ്യൂസ് ചെയ്യുകയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ അപ്പനോട് പറയുമായിരുന്നു, എൻ്റെ ഗുരുവിനെ എനിക്ക്, ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു ഗുരുവായിട്ടുണ്ടായിരുന്നു, അതുപോലെ ഞാനിങ്ങനെ പറയുമായിരുന്നു, അപ്പം എനിക്ക് എൻ്റെ അന്യ ഗുരുവിനെ കാണിച്ചു തരണം ശരിയായ സ്പിരിച്വാലിറ്റിയിൽ. ഇത് ഒരുപാട് ഫേക്കായിട്ടുള്ള റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ ബേസ് ചെയ്തുള്ളതുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ബുദ്ധൻ എന്ന് പറയുന്നതും ഒരു വ്യക്തിയല്ലത്. ആ വ്യക്തി, നമ്മളിന്ന് പ്രതിമയിൽ കാണുന്ന ആ വ്യക്തി ഒരു പൊസിഷനിലെത്തിയപ്പോൾ ആണ് അദ്ദേഹത്തെ ബുദ്ധൻ എന്നറിയപ്പെട്ടത്. ഓക്കെ, അത് വിടാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനും ഇതുപോലെ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് യൂണിവേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞ് യൂണിവേഴ്സ് ശരിയായ ഒരു ട്രാക്കിലോട്ടാണ് എന്നെ ശരിക്കും കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് ശരി. സോ അപ്പോൾ അതുപോലെ എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ശരിയായ ആത്മീയത തേടി പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് അറിയാൻ ശരിക്കും ആഗ്രഹമുള്ളവർ ഒരിക്കലും ഒരു തെറ്റായ ഒരു സ്ഥലത്ത് ചെന്ന് അകപ്പെടരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളതുണ്ട്. പക്ഷെ ഞാനത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം യൂണിവേഴ്സ് ജെന്യുവനായിട്ട് ആത്മീയത എന്താണെന്ന് അറിയാനും സ്പിരിച്വലി വളരാനും ഒരു സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും യൂണിവേഴ്സ് ശരിയായ ഒരു സ്ഥലത്തെ കൊണ്ടെത്തിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ്.